വിടാമുയർച്ചി 2 വർഷത്തിന് ശേഷം അജിത്തിന്റെ റിലീസാവുന്ന സിനിമയാണ് വിടാമുയർച്ചി. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മകീഴ് തിരുമേനി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ്. അങ്ങനെ ഭയങ്കരമായ സിനിമകളൊന്നും പുള്ളിയുടെ പേരിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന സിനിമകളാണ് ഞാൻ കണ്ടിട്ടില്ല. ആളുടെ മുമ്പത്തെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ വിടാമുയർച്ചി കാണാനായിട്ട് പോയതല്ല, ഞാനൊരു വടക്കം വീരകഥ കാണാനായിട്ടാണ് സിനിമ കാണാനായിട്ട് പോയത്. പക്ഷേ ഇന്നലെയാണ് ഞാൻ കാണാൻ പോയത്. പക്ഷേ റിലീസ് ഡേ ആയിട്ട് പോലും മിനിമം 10 ആൾ പോലും ഇല്ലാത്ത കാരണം വടക്കൻ വീരകഥ ഷോ കളിച്ചില്ല ഞാൻ പോയ തിയേറ്ററിൽ. എന്നാൽ പിന്നെ എന്തായാലും വന്നാലെന്ന് വെച്ചിട്ട് വിടാമുയർച്ചിക്ക് ആക്ച്വലി ഇത് കാണണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്, ആ ഒരു ഹോളിവുഡ് മൂവിയുടെ റീമേക്കാണ് ഈ വിടാമുയർച്ചി. കറക്റ്റ് അതേ കഥ തന്നെയാണ്. സോ നമ്മൾ ഓൾറെഡി ബ്രേക്ക് ഡൗൺ കണ്ടിട്ടുണ്ട്. പിന്നെ വിടാമുയർച്ചിയിൽ സെയിം പ്ലോട്ടാണ്. പിന്നെ ഇവർ ഇത് തമിഴിൽ അങ്ങനെ റീമേക്ക് ചെയ്തിരിക്കണമെന്ന് ജസ്റ്റ് നോക്കണ ഒരു ആവശ്യമുള്ളൂ. അതാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്തായാലും പിന്നെ പോയാലും ഞാൻ പോയി കണ്ടതാണ് ഈ ഒരു സിനിമ. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഈ സിനിമയുടെ കഥ അതേ കഥ തന്നെയാണ്. ബ്രേക്ക് ഡൗണിൻ്റെ നിങ്ങൾ ബ്രേക്ക് ഡൗൺ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചില ചേഞ്ചസ് മാറ്റി നിർത്തിയ ഏകദേശം കംപ്ലീറ്റ് ആ ഒരു സിനിമയുടെ കോപ്പി തന്നെയാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ആക്ച്വലി നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു തമിഴ് സിനിമ കാണുന്ന ഒരു ഫീല് തോന്നില്ല. കാരണം ഇതിലെ ഒരു 90% ഷൂട്ട് ചെയ്തിരിക്കുന്നത് അസർബൈജാനിലും പിന്നെ ബാക്കി 10% വേറെ ഫോറിൻ കൺട്രീസിലാണ്. ഇന്ത്യയിൽ ഒരു സീൻ പോലും ഷൂട്ട് ചെയ്തിട്ടില്ല ഈ സിനിമയുടെ. കംപ്ലീറ്റ് പുറത്തായ കാരണം നിങ്ങൾക്ക് ഇതിലെ ലാംഗ്വേജ് മാത്രമാണ് തമിഴ്, ബാക്കി കംപ്ലീറ്റ് പുറത്താണ്. അത് കാരണം ഇതിൻ്റെ പ്രത്യേകിച്ച് അസർബൈജാൻ്റെ ടെറൈൻ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ DOP ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടിരിക്കാനായിട്ട്. ആ ഒരു മരുഭൂമി പോലത്തെ ഒരു ടച്ചും പിന്നെ അങ്ങനത്തെ കംപ്ലീറ്റ് അസർബൈജാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല. ഇതിൻ്റെ വിഷ്വൽസ് കണ്ടിരിക്കാൻ തന്നെ അതാണ് നല്ല ഭംഗിയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ DOP നല്ല കിഡിലനായിട്ട് പുള്ളിക്കാരൻ മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. ആരാണ് അത് ചെയ്തെങ്കിൽ എനിക്കറിയില്ല അത് ചെയ്തിട്ടുള്ളത്. ഇനി മെയിനായിട്ടുള്ള സിനിമയ്ക്ക് വരികയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്ലോട്ടിൽ ഒരു ചേഞ്ചും ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലുള്ള ഒരു സംഭവം ഇതിൻ്റെ ഡയറക്ടർ മകീഴ് തിരുമേനി ചെയ്തപോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിനെ ഏറ്റവും അതായത് വിടാമുയർച്ചി കാണാൻ പോയ ആൾക്കാർ കൂടുതലും പറയുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്താണ്. അന്യായ ലെങ്ത്തായി പോയി. അതായത് 2.5 മണിക്കൂർ വലിച്ചു നീട്ടിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ മൂവിയുടെ റീമേക്കാണിതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ബ്രേക്ക് ഡൗണിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. അതായത് ഇവർ റീമേക്ക് ചെയ്തിരിക്കുന്ന സിനിമയുടെ ലെങ്ത്ത് 1.5 മണിക്കൂറും റീമേക്ക് ചെയ്തത് തമിഴിലായപ്പോൾ 2.5 മണിക്കൂറായി. അനാവശ്യമായ കുറേ സീനുകളും പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത 2 പാട്ടുകൾ, അതായത് ഒന്ന് അജിത്തിൻ്റെ എന്തായാലും ഒരു പാട്ട് വേണം, അങ്ങനത്തെ ഒരു പാട്ട് വേണം. പിന്നെ ആ സിനിമയുടെ സിറ്റുവേഷന് വേണ്ടിയിട്ട് വിടാമുയർച്ചി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അങ്ങനെ സൗദിക്കയും വിടാമുയർച്ചി ആ 2 സോങ്സ് കളയാൻ പറ്റില്ല. അപ്പോൾ അതിൽ പാട്ട് വന്ന് ഇപ്പോൾ ബ്രേക്ക് ഡൗണിലാണെങ്കിൽ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, പാട്ടൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമാണ് മ്യൂസിക്കായിട്ട് പോകുന്നത്. അത് ഹോളിവുഡ് സിനിമകൾ അങ്ങനെയുള്ള. പക്ഷെ എന്നാൽ പോലും അനാവശ്യമായ കുറേ സീൻസ് വെറുതെ കട്ട് ചെയ്ത് കളയായിരുന്നു. എൻ്റെ ലെങ്ത്ത് അന്യായ ലെങ്ത്താണ്. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതെന്തായിരുന്നു ഈ കഥ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സിമ്പിൾ കഥയാണ്. അതായത് ചെറിയൊരു കഥ, അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നു, അതിൻ്റെ എൻഡിങ്ങനെ. അതായത് നമുക്ക് വേണമെങ്കിൽ 1.5 മണിക്കൂറിൽ ഇത് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല വിടാമുയർച്ചി. എന്നാലും ഒരു 2 മണിക്കൂറിനുള്ളിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ആ സിനിമ ഒന്ന് ഒതുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഇത്ര വലിയ ലെങ്ത്ത്, അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അന്യായ ലെങ്ത്താണ്. നമുക്ക് ഇൻ്റർവെൽ എങ്ങനെയെങ്കിലും ആയാൽ മതി തോന്നും. പക്ഷേ ഇൻ്റർവൽ പോർഷനൊക്കെ നല്ല കിടിലനായിട്ട് ഒരു കറക്റ്റ് ഒരു ഇൻ്റർവൽ ബ്ലോക്കിനുള്ള ആ ഒരു സ്ട്രെങ്ത്ത് കിട്ടുന്നുണ്ട്. അതായത് ഓഡിയൻസിനെ ഒന്ന് എക്സൈറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഇൻ്റർവൽ പോർഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച്. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ ആ ഫസ്റ്റ് 20 മിനിറ്റ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് 20 മിനിറ്റിലാണ് സൗദിക്ക് ആ പാട്ടും പിന്നെ ആ ഒരു ഇവരെ നല്ല കുറച്ച് സംഭവങ്ങൾ വരുന്ന ആ ഫസ്റ്റ് 20 മിനിറ്റ്സിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വലിച്ച് ഇൻ്റർവെല്ലിൻ്റെ അത്ര ആ ഒരു ഭാഗത്ത് മാത്രമാണ് പിന്നെ ഒരു സ്പീഡ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫ് ആണെങ്കിലും സ്റ്റാർട്ടിങ് നല്ല വലിപ്പിക്കലാണ്. പിന്നെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ആ മ്യൂസിക്കും ഇതൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായി പോകുന്നത്. എനിക്കിതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. കാരണം ഈ സിനിമയിൽ പുള്ളിക്കാരൻ മ്യൂസിക്കും കൂടി ചെയ്തില്ലായിരുന്നെങ്കിൽ അത്രയും പോലും കണ്ടിരിക്കാൻ പറ്റൂലായിരുന്നു. കാരണം ആളുടെ ഈ സിനിമയിലെ പല സീൻസും ഡൗൺ ആയി പോകുമ്പോൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും ഉള്ള കാരണമാണ് അതൊന്ന് അപ്പായി വന്നത്. അത്ര കിടിലമായിട്ട് ഇതിൽ അനിരുദ്ധ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജയിലറിലെ പോലെ അങ്ങനത്തെ വലിയ എന്താ പറയുക സെൻസേഷൻ മ്യൂസിക് ഒന്നും അല്ലെങ്കിൽ പോലും
പല സീനിലും സീൻസ് വീക്കാകുമ്പോൾ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് മ്യൂസിക് ഡയറക്ടർ അത് എങ്ങനെ അപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വിടാമുയർച്ചയൊന്ന് ശ്രദ്ധിച്ചാണെങ്കിൽ മനസ്സിലാവും. പല ഭാഗങ്ങളിലും അനിരുദ്ധ് നല്ല രീതിക്ക് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷൻസ്, ഇൻട്രവൽ പോർഷൻസ്, ഈ 3 പോർഷൻസ് കിടലിനായിട്ട് അനിരുദ്ധിൻ്റെ മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെയാണ് അതൊന്ന് പിന്നെ പിടിച്ച് നിന്ന് കാണാൻ പറ്റിയത്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ 2.5 മണിക്കൂർ വിടാമുയർച്ചി കണ്ടിരിക്കുകയാണെങ്കിലും നല്ലൊരു തിയേറ്റർ വാച്ചിനുള്ള സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിഷ്വലി നമ്മൾ അസർബൈജാൻ അങ്ങനെ ഇന്ത്യൻ സിനിമ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടെറൈനാണ്. അപ്പോൾ അതിലെ വിഷ്വൽസ്, അവിടെ നടക്കുന്ന ഒരു കഥ ഒരു തമിഴ് സിനിമയിൽ കാണാനായിട്ട് അങ്ങനെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ടായിരുന്നു സിനിമക്ക്. പിന്നെ സൗണ്ട് വൈസ് ആണെങ്കിലും ഇതിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊള്ളാൻ കുറച്ചുകൂടി രസമായിരുന്നു. പക്ഷേ ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ സീൻസ് വന്ന് സ്ക്രീൻ പ്ലേ ഒക്കെ തൊലഞ്ഞ സ്ക്രീൻ പ്ലേ ആണ്. ഇത്ര വേസ്റ്റ് സ്ക്രീൻ പ്ലേ ഈ അടുത്ത് ഞാൻ തമിഴിൽ നിന്ന് കണ്ടിട്ടില്ല. സോ ഞാൻ ഈ വർഷം ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമയുണ്ട് വിടാമുയർച്ചി. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ഈ സിനിമയുടെ ഒരു സിനിമ എന്ന രീതിയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ പോലും ഇതിലെ പിന്നെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തത് ഇതിൻ്റെ വിഷ്വൽസും ഇതിൻ്റെ ആ ഒരു മ്യൂസിക്കും പിന്നെ ഫൈറ്റ് പോർഷൻസും പിന്നെ ഇൻ്റർവെൽ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഓക്കെ, കൊള്ളാം, കൊടുത്ത പൈസ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് കാണാൻ പറ്റി എന്നുള്ള രീതിയിൽ തോന്നിയത് ഈ ഭാഗങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാം വൻ സീനായിരുന്നു. ഞാൻ തിയേറ്ററിൽ എങ്ങനെയൊക്കെയോ കണ്ടിരുന്നതാണ്. പിന്നെ മൊത്തം കാണണമല്ലോ, കാണണമല്ലോ, എന്തായാലും പൈസ കൊടുത്ത്. അപ്പോൾ ഇത് OTT വരികയാണെങ്കിൽ ഇത് OTT കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഇത്ര പോലും കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് വീട്ടിലൊക്കെയാണ് കാണണമെങ്കിൽ, കാരണം നമ്മൾ തിയേറ്ററിൽ നമുക്ക് വേറെ എന്താ പറയുക ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ഫുള്ള് നമ്മളിപ്പോൾ 2.5 മണിക്കൂർ സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ 2.5 മണിക്കൂർ സ്ക്രീനിൽ തന്നെ നോക്കിക്കുക. പക്ഷെ നമ്മൾ വീട്ടിലാകുമ്പോൾ അവിടെ ഇവിടെ ശബ്ദം വരും, നമ്മളെ ശ്രദ്ധ തന്നെ തെറ്റും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ ആണെങ്കിൽ ഫുൾ കോൺസെൻട്രേഷനോട് ഇരുന്ന് കാണാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള രീതിക്കുള്ളൊരു സിനിമയല്ല. എനിക്കറിയാൻ പാടില്ല, OTT നെറ്റ്ഫ്ലിക്സ് ആണ് എടുത്തിട്ടുള്ളത്, അധികമായി കാണാൻ തന്നെ OTT റിലീസും ഉണ്ടാവും. നിങ്ങൾ വിടാമുയർച്ചി കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയാം. എനിക്ക് ആക്ച്വലി ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല വിടാമുയർച്ചിയിൽ. കുഴപ്പമില്ലാത്തൊരു സിനിമ, ഒരു കുഴപ്പമില്ലാതും ഒരു ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു ബിലോ ആവറേജ് എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ സുഭാസ്കരൻ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. കാരണം ഇതിൻ്റെ ബജറ്റ് ഏകദേശം ഒരു 250-300 കോടിയുടെ അടുത്ത് ബജറ്റ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജിത്തിൻ്റെ സാലറി തന്നെയാണ്. അത് ഒരു 100 കോടിക്ക് മേലെ പുള്ളിയുടെ സാലറി തന്നെ ഉണ്ട്. അതാണ് അജിത്തിന് ഈ അടുത്തൊന്നും പടം നടക്കാനാണ്. കാരണം ഇപ്പോൾ വിജയ്ക്ക് ഇവർക്കൊക്കെ ഈ 100 കോടിക്ക് മേലെ സാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാരണം പുള്ളിയുടെ പടത്തിനൊക്കെ അത് മീൻസ് എനിക്ക് തന്നെ അറിയാമല്ലോ, വിജയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ പല സിനിമകളും ആൾക്കാർക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും അതിൽ വിജയ്ക്കൊരു സ്റ്റാർ വാല്യൂ ഉണ്ട്. അപ്പോൾ സിനിമയിൽ പ്ലോട്ട് കൊള്ളൂലെങ്കിലും പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ആൾ സേഫാണ്. എത്ര ഇൻവെസ്റ്റ് ചെയ്താലും അത് തിരിച്ചു കിട്ടും. പക്ഷെ അജിത്തിൻ്റെ കേസിൽ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അജിത്ത് സെയിം സാലറി സ്കെയിൽ പിടിക്കുകയും അങ്ങനെ, പക്ഷെ പ്രൊഡ്യൂസർ കിട്ടാത്തൊരവസ്ഥ കാരണമാണ് ഇത്രയും നാൾക്ക് ശേഷം ഒരു സിനിമ വരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് പടം ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞൊരു സിനിമ ഏപ്രിൽ മെയിൽ എന്തോ റിലീസുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ അജിത്തിൻ്റെ വേറെ സിനിമകളൊന്നും ഇല്ല. കാരണം പുള്ളി ഇപ്പോഴും സെയിം സാലറി സ്കെയിൽ വെച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ വിടാമുയർച്ചിയും ഒരു ഫ്ലോപ്പ് രീതിയിലാണ് ഇതിൻ്റെ കളക്ഷനും ഇതെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സുഭാഷ്കറിൻ്റെ ആ മനുഷ്യന് എനിക്ക് ആലോചിക്കാനേ വയ്യ. കാരണം ഇങ്ങോര് കൈവച്ച സിനിമകളിൽ ഫസ്റ്റ് പടം ഇങ്ങോര് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് കത്തി വിജയുടെ. അത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. അതിന് ശേഷം ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത ഒരൊറ്റ സിനിമ പോലും വിജയിച്ചിട്ടില്ല. ഇവർ പാർട്ട്ണറപ്പ് ചെയ്ത പടമാണ് മറ്റേ പൊന്നിയൻ സെൽവനൊക്കെ, അതൊക്കെ നല്ല ഹിറ്റായിരുന്നു. അതായത് ഇവർ ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ പോലും പൈസ തിരിച്ചു കിട്ടുന്ന രീതിക്ക് ഉണ്ടായിട്ടില്ല, എല്ലാം ഫ്ലോപ്പായിരുന്നു. ഇപ്പോൾ ഇതും ഇതിൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എനിക്കറിയാൻ പാടില്ല. ഇനി ഇവരെ നെക്സ്റ്റ് പടമാണ് എമ്പുരാൻ പിന്നെ ആശീർവാദും ഈ ലൈക്കായും രണ്ടും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിലെങ്കിൽ പൃഥ്വിരാജിനെയും മുരളീഗോപിനെയും ലാലേട്ടനൊക്കെ നല്ല വിശ്വാസമുള്ള കാരണം അത് കുഴപ്പമുണ്ടാവില്ല. ലൈക്ക പ്രൊഡക്ഷൻസിന് ഇനി ആഗ്രഹം ഒരു ഹോപ്പുള്ളത് എമ്പുരാൻ മാത്രമാണ്. നോക്കാം. എന്തായാലും പുള്ളിയുടെ അവസ്ഥ എന്താ പറയുക, കുറേ കാശുണ്ടായിട്ട് പോലും അത് മാന്യമായ രീതിക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യണം ഒന്നും അറിയാൻ പാടില്ല തോന്നുന്നുണ്ട് പുള്ളിക്ക്. അങ്ങനെ ആളുടെ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ നിങ്ങൊന്ന് നോക്കണം. ബട്ട് എന്താണ് മനസ്സിലാവണില്ല. ലൈക്ക പ്രൊഡക്ഷൻസ് ഒന്നുകൂടി ശ്രദ്ധിച്ച് സിനിമകൾ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവരെ അടുത്തിറങ്ങിയ ഒരു 5 സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ ഷോക്കാണ്. ഇതിൽ മറ്റേ രജനീകാന്തിൻ്റെ മോള് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഉണ്ട്, ഡയറക്റ്റ് ചെയ്തൊരു സിനിമ ഉണ്ട്. അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത് എന്തൊക്കെയാണ് അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്നിട്ട് 20 മിനിറ്റിൻ്റെ ഹാർഡ് ഡിസ്ക് എന്തോ സീൻസിൻ്റെ ഹാർഡ് ഡിസ്ക് മിസ്സായി.
ഒരുമാതിരി സിനിമ. അങ്ങനത്തെ കുറേ സിനിമകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ നമ്മളെ സുഭാഷ് കരൻജി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പുള്ളി മലയാള ഇൻഡസ്ട്രിക്ക് ഇനി വന്ന് എന്തായാലും ഇവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടൊക്കെ കുറച്ചുകൂടി നല്ല വിഷനുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത് പുള്ളി ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റും ഇതൊന്നും കറക്റ്റും അല്ല, എനിക്കറിയാൻ പാടില്ല. എന്തായാലും വിടാമുയർച്ചി എനിക്ക് ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വീഡിയോനെ കമൻ്റായിട്ട് പറയാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.